ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് ഊരാക്കുടുക്കിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കിയത് 2017-ൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെന്ന രേഖകൾ. പോറ്റിയെ സ്പോൺസറാക്കാൻ നേരിട്ടിടപെട്ടത് അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളുമായി ASP കുറുപ്പ് ഗൂഢാലോചന നടത്തിയെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ഓഫീസർ V ഗോപാലകൃഷ്ണൻ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. പോറ്റിയെ കയറ്റിയത് ആരെന്ന ചോദ്യത്തിന് 2017-ൽ അന്നത്തെ UDFന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എന്നാണ് ഉത്തരം. 18-ാം പടിക്ക് ഇരുവശത്തുമുള്ള മണിമണ്ഡപം പുതുക്കിപ്പണിയുന്നതിനാണ് സ്പോൺസറാക്കിയത്. ശബരിമലയിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനായി ബന്ധപ്പെട്ടതും നടപടികൾ സ്വീകരിച്ചതും. അഭിഭാഷക കമ്മീഷന് ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ല എന്നിരിക്കെയാണ് നടപടി. ASP കുറുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അതേസമയം ASP കുറുപ്പിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അന്നത്തെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറും IPS ഉദ്യോഗസ്ഥനുമായിരുന്ന V ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി. ASP കുറുപ്പ് ഹൈക്കോടതിയെ കബളിപ്പിച്ചെന്നും കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി ഗൂഢാലോചന നടത്തിയെന്നും ഗോപാലകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ശബരിമലയിലെ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ ഏറ്റുമാനൂർ ഒരു സുരേഷ് എന്ന മറ്റേ പറഞ്ഞ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. സുരേഷ് എന്ന് പറഞ്ഞ ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനുണ്ടായിരുന്നു, അയാൾ അസിസ്റ്റന്റ് കമ്മീഷണർ മറ്റാണ്. അയാളുമായിട്ട് ചേർന്ന് ഈ കൊടിമരത്തിന് വേണ്ടി ഭീകരമായ പിരിവ് നടത്തി. അത് ഇയാളും കൂടെ ചേർന്നാണ്. ഇയാൾ പറയും എനിക്ക് 10 പൈസ ഉണ്ടാകും. പിന്നെ ചുമ്മാ ഇയാളൊരു ബുദ്ധൻ്റെ ജന്മോ ഈ ASP കുറുപ്പ് എന്തിനാ ഈ ക്ഷേത്രത്തിലൊക്കെ വരണം? ഇങ്ങനെയൊക്കെ ഒരുപാട് ചുറ്റുവട്ടങ്ങളുണ്ട്, പൈസ അടിക്കാം. ഇപ്പോൾ ഈ കൊടിമരത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ശബരിമലയിലെ ഈ കൊടിമരത്തിൻ്റെ ഇതിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ആരെല്ലാം കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. കോൺക്രീറ്റിൽ എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നത് ഈ പ്രശ്നത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണ കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ASP കുറുപ്പ് അനധികൃത പണപ്പിരിവ് നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഏറ്റുമാനൂരിലും ശാസ്താംകോട്ടയിലും സമാനമായ നിലയിൽ ക്ഷേത്ര കൊടിമരം സ്ഥാപിച്ചതിൽ ASP കുറുപ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും V ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കുറുപ്പിനെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഗൂഢാലോചന പുറത്തുവന്നതോടെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.